ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്വന്തം കീശയിൽ നിന്ന് ഇട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. ഗുഡ് ഹെൽത്ത് ഈസ് എ പ്രിവിലേജ്. അതൊക്കെ ഒരു നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സംഭവമാണ്. ഫഹദ്, ഷൈൻ ടോം ഒക്കെ അവരൊക്കെ ഡിക്ലെയർ ചെയ്ത് തന്നെയാണ് അവർക്ക് ADHD ആണെന്നുള്ളത്. ADHD എന്ന് പറഞ്ഞാൽ അത് വളരെ കോമൺ ആയിട്ട് ഒരു സംഭവമാണ്. അത് ചെറുപ്പം മുതലേ നമ്മുടെ അമ്മമാരെപ്പോഴും പറയും, എൻ്റെ മോന് ഭയങ്കര പിരിയിരിപ്പാണ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, പഠിക്കുന്ന ഇടയിൽ ശ്രദ്ധിക്കത്തില്ല. അതാണ് ബേസിക്കലി ADHD എന്ന്. പല സിനിമയിലൊക്കെ കാണാം, തലക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് ബ്രെയിൻഡേഡ് ആക്കുന്നു. അങ്ങനെയൊന്നും ആർക്കും ബ്രെയിൻഡേഡ് ആകാൻ പറ്റത്തില്ല. ഹെൽത്തും എഡ്യൂക്കേഷനും അവരുടെ സിറ്റിസൺസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളത്. അത് കൊടുക്കാത്ത ഏത് രാജ്യവും എപ്പോഴും നമ്മൾ പിന്നോക്കം തന്നെയാണ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് കേരള അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിൽ ആക്ച്വലി പിന്നോക്കം തന്നെയാണ്. ടാർഗറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ടൈം ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാവുന്നത് സ്ലീപ്പ് തന്നെയാണ്. അത് കാരണം അവരുടെ വേറെ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പം അത് സംഭവിക്കുന്ന വെച്ചാൽ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. റെസ്റ്റ് കിട്ടാത്തപ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഭയങ്കരമായിട്ട് ബോഡി കൂടും. ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ മിക്കവാറും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത് എല്ലാം ഒരു ലൈഫിലായിരിക്കും കിട്ടുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ നമുക്ക് സ്ലീപ്പിന് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ സ്ലീപ്പ് എന്ത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് നമ്മൾ തന്നെ സ്വയം പഠിക്കണം. അപ്പോൾ അത് ഒരാളുടെ രണ്ട് കൈ നഷ്ടപ്പെട്ടു, അത് വേറെ ഒരു മരിച്ച് ബ്രെയിൻഡഡ് ആയ ഒരാളുടെ കൈ എടുത്ത് ഫിക്സ് ചെയ്തു. മൈക്കൽ ഫെൽപ്സ് എന്ന് പറഞ്ഞ വേൾഡ് റെക്കോർഡ് ഹോൾഡർ സ്വിമ്മർ ADHD ഉള്ളതാണ്. അവിടെ മദർ ഇയാളുടെ ഈ പിരിയിരിപ്പ് കാരണം കൊണ്ടുപോയി വെള്ളത്തിലോട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. അവസാനം എന്താ നീന്തി അവസാനം അവന് 8-10 ഗോൾഡ് മെഡലും ഒളിമ്പിക്സ് മേടിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംതിങ് സ്പെഷ്യൽ കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ നമ്മളുടെ കൂടെ ഉള്ളത് ഡോക്ടർ അരുൺ ഉമ്മനാണ്, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജറി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചിൻ. ഡോക്ടർ നമസ്കാരം. നമ്മുടെ സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഓരോ എപ്പിസോഡിലും അതൊക്കെ കൂടുതൽ സ്പെഷ്യൽ ആക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംതിങ് സ്പെഷ്യലിൽ ഡോക്ടറിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കുറേ നമുക്ക് നല്ല ഒപ്പീനിയൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇത് പോവാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു ക്വാളിറ്റി ലൈഫ് സ്റ്റൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിറ്റി രീതിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വെച്ച് നമ്മുടെ ക്വാളിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഹെൽത്ത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോങ്കിവിറ്റി ലോങ് റണ്ണിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. കാരണം എപ്പോഴും എല്ലാവരും യങ് ഒരു 40-50s വരെ എല്ലാവരും മെജോറിറ്റി ആൾക്കാരും വളരെ ഹെൽത്തി തന്നെ ആയിരിക്കും. അതിന് ശേഷമുള്ള കാലത്ത് എത്രത്തോളം ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ മൊത്തത്തിലുള്ള സക്സസിൻ്റെ ഒരു വലിയൊരു പാട്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ മിക്കവാറും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത് എല്ലാം ഒരു ലൈഫിലായിരിക്കും കിട്ടുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ആൾക്കാരും അത് ശ്രദ്ധിക്കത്തില്ല. ഭയങ്കര അത് കഷ്ടപ്പെട്ട് വളരെ ഒരു മിഡ് ലൈഫിലൊക്കെ ആകുമ്പോൾ അവർക്കൊരു തോന്നലാണ്, എനിക്ക് അസുഖം വരുത്തില്ല എന്നുള്ള തോന്നലിലാണ് പല കാര്യങ്ങളും ചെയ്തു പോകുന്നത്. എന്തെങ്കിലും വരുമ്പോ നോക്കാം, ഇപ്പത്തെ കാര്യം ഇങ്ങനെ നടക്കട്ടെ, വരുമ്പോ നോക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്. പലരോടും പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പുച്ഛഭാവത്തോടെ പറയും, എനിക്ക് അങ്ങനെ അസുഖം വരുത്തൊന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനത് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ്. ആക്ച്വലി വളരെ ചെറുപ്പം മുതലേ നമ്മുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതൊരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലൈഫിൽ പല ഇൻവെസ്റ്റ്മെന്റിൽ നമ്മുടെ ഹെൽത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ ചെറുപ്പത്തിലേ നമ്മൾ ചെയ്തു തുടങ്ങണം. അതാണ് ലോങ് ടേം ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന്റെ ഒരു 3 പില്ലേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിറ്റർമിൻ ചെയ്യുന്ന 3 പില്ലേഴ്സിന്റെ ഈ 3 പില്ലേഴ്സിന് മുമ്പ് തന്നെ മേജർ ഹെൽത്ത് ഡിറ്റർമിൻ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ജീൻ തന്നെയാണ്. നമ്മുടെ ജനറ്റിക് മേക്കപ്പ് അത് എപ്പോഴും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന 3 മേജർ കാര്യങ്ങളാണ്. അതിൻ്റെ 3 പില്ലേഴ്സ് ഉണ്ട്. അത് ഒന്ന് മേജർ എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ഫുഡ്, ബാലൻസ്ഡ് ഫുഡ്. രണ്ടാമത്തത് പ്രോപ്പർ സ്ലീപ്പ്. മൂന്നാമത്തത് എക്സസൈസസ്. അത് മൈൻഡ് എക്സസൈസ് ആൻഡ് ബോഡി എക്സസൈസ്. ഇത് 3ഉം കമ്പൈൻ ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ഹെൽത്ത് നമുക്ക് മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. അപ്പം നമുക്കൊരു ഇൻഹെറിറ്റഡ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഇത് ആക്ച്വലി പറയുമ്പം ഇതൊരു നമ്മളൊരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു ലേറ്റ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മിഡ് 30-ലൊക്കെ വരുമ്പോൾ ഇത്രയും നമ്മൾ ഫോക്കസ് ചെയ്താൽ മതിയോ? അതോ ഫ്രം ദ ബിഗിനിങ് മുതൽ തന്നെ നമ്മളൊരു ബേബീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ മുതൽ ആദ്യം മുതലേ നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങളും ഈക്വലി നമ്മൾ ഫോക്കസ് ചെയ്യണ്ടേ? ചെറുപ്പം മുതലേ നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലേ? ഇവൻ നമ്മുടെ ഡയറ്റ് ആണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ ഫോക്കസ് ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ചെറുപ്പത്തിലെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു
ടോട്ടലർ ഏജ് മുതലേ നമ്മൾ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പൊതുവെ നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമ്മളിപ്പം നമ്മുടെ കാണുന്നത് നമ്മുടെ ഇവിടെ നിറയെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെക്കാളും എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നതായിക്കോട്ടെ എല്ലാം അല്ലേ. അപ്പം നമ്മുടെ ഇവിടെ ഒരുപാട് നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലാം തന്നെ വളരെ ഇന്റർനാഷണൽ രീതിയിലുള്ള ഒരു ഫെസിലിറ്റിയും സർവീസുമാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുറമേ നിന്ന് ഒരു സാധാരണക്കാരൻ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് മീറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. തീർച്ചയായിട്ടും അതൊരു മോണിറ്ററി സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് എനിക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതാണ്. അവിടെ പോയാൽ ഒരുപക്ഷെ എനിക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടുമായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് അത് അഫോർഡ് ചെയ്യില്ല. അങ്ങനെ ഒരു കോമൺ മാൻ ഒരു മനസ്സിലുണ്ടാവുമായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നല്ലൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു സർവീസ് കിട്ടണമെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് മുമ്പ് നമ്മൾ ഈ ഹെൽത്ത് കെയർ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് ഹെൽത്തും എഡ്യൂക്കേഷനും അവരുടെ സിറ്റിസൺസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളത്. അത് കൊടുക്കാത്ത ഏത് രാജ്യവും എപ്പോഴും നമ്മൾ പിന്നോക്കം തന്നെയാണ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് കേരള അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിൽ ആക്ച്വലി പിന്നോക്കം തന്നെയാണ്. കാരണം കാശുള്ളവർക്കേ നല്ല ഹെൽത്ത് ഉള്ളൂ, കാശുള്ളവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉള്ളൂ. ഈ ഒരു സ്ഥിതി ആദ്യം നമ്മൾ മാറ്റണം. പിന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ സ്വന്തം കീശയിൽ നിന്നാൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. ഗുഡ് ഹെൽത്ത് ഈസ് എ പ്രിവിലേജ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു സംഭവമാണ്. അത് നമ്മുടെ ഒരു ബേസിക് റൈറ്റ് ആണ്. പക്ഷെ പലർക്കും അത് അറിയത്തില്ല. പലരുടെ ധാരണ നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഹെൽത്ത് ഉള്ളൂ, എല്ലാവർക്കും നല്ല ഹെൽത്ത് ഇല്ല എന്ന്. അത് നമ്മുടെ രാജ്യത്ത് തന്നെ അതിന് ഒരുപാട് ദോഷം വരും. കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും പൂർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് പൂർ ഹെൽത്ത് സീക്ക് ചെയ്യും, പക്ഷേ ലോ സ്റ്റാൻഡേർഡ് ഹെൽത്ത് ചെയ്യും. അത് ഒരുപാട് അസുഖങ്ങളെ ചെയ്യും. അത് വീണ്ടും ഒരു ബാഡ് വിഷ്യസ് സൈക്കിളിലേക്ക് പോകും. അത് ഒരുപാട് റിസോഴ്സസിനെ വേസ്റ്റ് ആക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോൾ ശരിക്കും നല്ല ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ, ഒന്ന് നമ്മൾ ബേസിക്കലി വളരെ ചെറുപ്പത്തിൽ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏജിൽ നമ്മൾ ഏർലി അഡൽട്ട്ഹുഡ് തന്നെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ലോ പ്രീമിയമിൽ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, അത് ക്വാളിറ്റി ഇൻഷുറൻസ് ആയിരിക്കണം. പലപ്പോഴും ഒരു പ്രൈവറ്റ് കമ്പനീസൊക്കെ പല രീതിയിലുള്ള തട്ടിപ്പൊക്കെ നടത്താം. പക്ഷെ നമ്മളിപ്പോൾ അത് ക്വാളിറ്റി ഇൻഷുറൻസ് ആയിരിക്കണം. നമ്മുടെ എല്ലാ കെയറും അതിൻ്റെ അത് കവർഡ് ആയിരിക്കണം. അതാണ് ക്വാളിറ്റി. അത് വെച്ചാൽ നമ്മൾ ഹൈ റേറ്റ് ചെയ്യുന്ന പ്രീമിയം ഉള്ളതല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ആക്സിഡൻറ്റ് കവറേജ്, ക്യാൻസർ കവറേജ്, ലൈഫ് സ്റ്റൈൽ കവറേജ്, അങ്ങനെ പല രീതിയിൽ എല്ലാത്തിനും കവറേജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇൻഷുറൻസ് സ്കീം. പിന്നെ ഗവൺമെൻറ് ഇത് ഭയങ്കര റോളുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ കേരളത്തിലേക്ക് ഒരു 2 to 3% ഓഫ് ദ GDP മാത്രമേ കേരളത്തിൻ്റെ ഇതിൽ മാത്രമേ ഹെൽത്തിലേക്ക് പോകുന്നുള്ളൂ. അത് തീരെ കുറവാണ്. അതൊരു മിനിമം ഒരു 6 to 10% വരണം. അപ്പം US ആണെങ്കിൽ 17% ആണ് ഹെൽത്ത് കെയർ മാറ്റി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ ഉള്ളവർക്ക് എല്ലാവർക്കും ഏറ്റവും ഹൈ ലെവലിൽ വേൾഡിലുള്ള എല്ലാവർക്കും അവിടെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഗവൺമെന്റ് ശരിക്കും ഹെൽത്ത് കെയറിന് വേണ്ടി അത്രയും ഹൈ ലെവല് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. കാരണം നല്ല ഹെൽത്ത് ഉള്ളെങ്കിൽ നമ്മുടെ ഈ വർക്ക് എഫിഷ്യൻസി കൂടത്തുള്ളൂ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെറിയ കഷ്ണമൊക്കെ എല്ലാവരും ലീവ് എടുത്തോണ്ടിരിക്കും. ഒരുപാട് അൺനെസറി എക്സ്പെൻസ് ഒരുപാട് കൂടും. അപ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ എപ്പോഴും നല്ല ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള രീതിയിൽ അപ്പം പല സ്കീംസ് ഉണ്ട്. ഇപ്പം പ്രധാനമന്ത്രി യോജന സ്കീമുണ്ട്, പിന്നെ മറ്റേ ഡിഫൻസ് ഫോഴ്സ് ലീസിച്ചസ്, അങ്ങനെ പല രീതിയിലുള്ള സ്കീം, RSBA, അങ്ങനെ പല രീതിയിലുള്ള സ്കീംസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ ലെവല് എല്ലാ മനുഷ്യരെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോപ്പർ സ്കീം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം അല്ലേ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ആൾക്കാർ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു 50-55 വയസ്സാകുമ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തുടങ്ങുമ്പോഴായിരിക്കും ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത്. അപ്പം പിന്നെ അപ്പോൾ അതൊക്കെ ഡയറ്റ് ഇതൊക്കെ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ഓൾറെഡി ബോഡിയിൽ ചേഞ്ചസ് വന്നു തുടങ്ങി. നമ്മളത് ചേഞ്ചസ് വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ ചെയ്യണം. അപ്പം വളരെ നല്ലതായിട്ടുള്ള പ്രോപ്പർ നമ്മുടെ ഹെൽത്ത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കുറെ പേരുടെ ഡോക്ടർ കേട്ടിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ എല്ലാവരും ഒന്ന് നമ്മൾ വെൽ സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്ന് സെറ്റിൽ ആയി റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി അത് ചെയ്യാം എന്ന് പറഞ്ഞ് വെക്കുന്ന പോലെയാണ് ഞാൻ കുറെ പേരുടെ കണ്ടിരിക്കണത്. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒന്ന് സെറ്റിലായി, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 40s ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി ഞാൻ ഹെൽത്തിന്റെ കാര്യത്തിൽ നോക്കാം എന്നും പറഞ്ഞ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നവര്. പക്ഷെ അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലേ. മാത്രമല്ല വിചാരിക്കാൻ റിസൾട്ട് കിട്ടത്തില്ല. കാരണം അപ്പോഴേക്കും ജോയിന്റ്സ് ഒക്കെ തേയ്മാനം തുടങ്ങി കാണും. ചെറുപ്പം മുതൽ എക്സസൈസ് ചെയ്ത ആള് പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ ഡാമേജസ് കൂടുതൽ വരാം. പെട്ടെന്ന് ജോയിന്റ്സ് പെയിൻ വരുന്നു, മുട്ടുവേന വരുന്നു, ഉപ്പൂറ്റി വേന വരുന്നു, നടു സ്ട്രെയിൻ ആവുന്നു. അത് കാരണം പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ ആ എക്സസൈസിന് വേണ്ടി വളരെ കുറച്ച് നേരം മതി എക്സസൈസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. ഡയറ്റ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഏറ്റവും പവർഫുൾ റിജുവനേഷൻ ഫോഴ്സ് ആണ്. നമ്മൾ ഒരു ഡേ ഫുൾ സ്ട്രെസ് അടിച്ച് ബോഡിയിൽ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ഇയർ ആൻഡ് ടിയർ ഒക്കെ വരുമ്പോൾ അതിനെ മൊത്തം റിപ്പയർ ചെയ്യുന്ന നല്ല ഉറക്കത്തിന്റെ സമയത്താണ്. അപ്പം ഡെയിലി എത്രത്തോളം നമ്മൾ കറക്റ്റ് ഉറങ്ങി കഴിഞ്ഞാൽ
അത്രയും ബോഡിയിൽ റിപ്പയറിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആൾക്കാരും വർക്കിന്റെ ഒരു ഇത് കാരണം നമ്മൾ ചിലപ്പോൾ ഉറക്കം കോംപ്രമൈസ് ചെയ്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് അതിന്റെ ഒരു പ്രോബ്ലം വന്നു തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവർ റിയലൈസ് ചെയ്യുന്നത് അത് വേണ്ടായിരുന്നുള്ളത്. അതും ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്നതും പ്രോപ്പർ ടൈമിൽ തന്നെ കിട്ടണം. അതെ, ക്വാളിറ്റി സ്ലീപ്പ് എന്ന് വെച്ചാൽ അതിന്റെ ഡ്യൂറേഷൻ മാത്രമല്ല, അതിന്റെ ടൈപ്പ് ഓഫ് അതിന്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ സൈക്കിൾസ് ഉണ്ട്. ഡീപ്പ് സ്ലീപ്പിലേക്ക് തന്നെ നമ്മൾ പോകണം. 3 ഫേസസ് ഓഫ് സ്ലീപ്പ് ഉണ്ട്. ലൈറ്റ് സ്ലീപ്പ്, പിന്നെ മോഡറേറ്റ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്. ഡീപ്പ് സ്ലീപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ സമയത്താണ് നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി എല്ലാം കോൺസോളിഡേറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല ഉറക്കം, നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നല്ല മെമ്മറി ഉണ്ടാവത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഷോർട്ട് ടൈം മെമ്മറി ഒക്കെ കോൺസോളിഡേറ്റ് ചെയ്ത് ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മുടെ ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട് ലോങ് ടൈം മെമ്മറി സ്റ്റോർ ചെയ്യുന്നത്. അതിലേക്ക് ഇതൊക്കെ പോകുന്നത് യൂഷ്വലി ഡീപ്പ് സ്ലീപ്പിലേക്കാണ്. ശ്രദ്ധിച്ചറിയാം, ഉറങ്ങാത്ത ആൾക്കാർക്ക് തലേ ദിവസം ഒരു കാര്യം ചെയ്താൽ ഒരാളെ പരിചയപ്പെട്ടു, അവരുടെ പേര് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആവും, പല കാര്യങ്ങളും ബ്ലാങ്ക് ആവും. ഇതൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല, കാരണം പ്രോപ്പർ സ്ലീപ്പ് നടക്കുന്നില്ല. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് പിന്നീട് നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും എല്ലാവരും ഇപ്പം ഒരു ടെൻഷൻ ഫ്രീ ഒരു സ്റ്റേജിലൂടെ ഒക്കെ പോകുന്ന ഒരു ഏജിലൊക്കെ ആണെങ്കിലൊക്കെ അവര് ഇതേ പറയുന്ന പോലെ അവരുടെ എക്സ്ട്രാ ജോബും കാര്യങ്ങളും ഒക്കെ അവർക്ക് വർക്ക് ഒക്കെ ചെയ്യേണ്ടത്, പെൻഡിങ് വർക്ക് ഒക്കെ അവർ ഓവർനൈറ്റ് ഇരുന്നിട്ടാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ അവർ ഉറക്കം അങ്ങ് പെൻഡിങ് ആയിട്ട് വെക്കുകയാണ്. എങ്ങനെയും അവർക്ക് ആ നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അതിന്റെ പിന്നിൽ ഈ ഉറക്കം അങ്ങ് കോംപ്രമൈസ് ചെയ്ത് ഇവർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം അവരെ ദോഷമായിട്ട് വരുത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പറയൂ. ബേസിക്കലി ഈ ടാർഗറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ടൈം ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അപ്പടെ കോംപ്രമൈസ് ചെയ്യാവുന്നത് സ്ലീപ്പ് തന്നെയാണ്. അത് കാരണം അവരുടെ വേറെ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുമ്പം സംഭവിക്കുന്ന വെച്ചാൽ ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. റെസ്റ്റ് കിട്ടാത്തപ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഭയങ്കരമായിട്ട് ബോഡി കൂടും. കോർട്ടിസോള്, നോറാഡ്രിനലിൻ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ കൂടും. ഈ സ്ട്രെസ് ഹോർമോൺസ് ബോഡി കൂടുമ്പോഴേക്കും അത് നമ്മുടെ ഓരോ ഓർഗൻസിനെയും അതിനെ പതുക്കെ ഡാമേജ് ചെയ്യാൻ തുടങ്ങും. സ്കിന്നിന്റെ ടെക്സ്ചർ ഭയങ്കര മോശമാവും. പിന്നെ ഹാർട്ടിനുള്ള ഈ വെസൽസിന്റെ കുഞ്ഞു രക്തക്കുഴലിലൊക്കെ ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ വരുന്നു. അങ്ങനെയാണ് ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ ഉള്ള രക്തം കുറയാൻ തുടങ്ങുന്നത്. അതൊക്കെയാണ് പിന്നീട് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ ആയിട്ടൊക്കെ മാറുന്നത്. പിന്നെ നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ, നമ്മുടെ സ്ട്രെസ് കൂടുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ മറ്റേ ഗ്ലൂക്കോസ് ലെവലൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു ചെറിയൊരു ഡയബറ്റീസ് ആൾക്കാർ, ടെൻഡൻസി ഉള്ള ആൾക്കാർ, സാറിന് ഒരു 50-60 വയസ്സാകുമ്പോഴാണ് സാറിന് ഡയബറ്റീസ് ആയിരുന്നത്. ഈ സ്ട്രെസ് കാരണം അവർ വളരെ നേരത്തെ വരും. ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹൈപ്പർ കൊളസ്ട്രോളമേ, അങ്ങനത്തെ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ സാറിനും വളരെ നേരത്തെ വരാൻ തുടങ്ങുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇതേപോലെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, അവർക്ക് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഉറങ്ങാൻ പറ്റുന്നില്ല, വർക്ക് ബാക്കിയുള്ളത് കൊണ്ട് പെൻഡിങ് നിർത്തുന്ന ആൾക്കാരുടെ കാര്യമാണ്. ഇനി നേരെ മറിച്ച് ചില ആൾക്കാർക്ക് രാത്രിക്ക് ചിലപ്പോൾ അധികം ഉറക്കമേ വരുന്നുണ്ടാവില്ല. അവര് നല്ല പീസ്ഫുൾ മൈൻഡോട് കൂടി അവരപ്പോഴും നല്ല റിലാക്സ്ഡ് മോഡിൽ തന്നെയായിരിക്കും. അപ്പൊ അവര് രാത്രിക്ക് ഓവർനൈറ്റ് ഇരുന്ന് കുറെ സമയം വർക്ക് ചെയ്യുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിലും അത് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടാവുമോ? ബേസിക്കലി അത് ലോങ് ടേമില് ഹെൽത്തിനെ ബാധിക്കും. കാരണം ചില ആൾക്കാർക്ക് ഉറങ്ങിയില്ലെങ്കിലും ഫ്രഷ് തോന്നിയാലും ഡെഫിനറ്റ്ലി ബോഡിയുടെ റെഗുലർ റിജുവിനേഷൻ പ്രോസസ് ഉണ്ട്, അത് പലപ്പോഴും നടക്കാറില്ല. അപ്പൊ അത് ബേസിക്കലി അത് ലോങ് റണ്ണിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെൽത്ത് നമ്മൾ മിനിമം ഒരു 7 hours അഡൽസ് ഉറങ്ങാനായിട്ടുള്ള പ്രത്യേക നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ഇൻ അവർ ബെഡ്റൂം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. നമ്മുടെ ബെഡ്റൂം നമ്മൾ വീട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഉറക്കം വരുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അതുപോലെ ഏറ്റവും നല്ല മാട്രസ്, ഏറ്റവും നല്ല തലയണ, ടെമ്പറേച്ചർ കൺട്രോൾ കറക്റ്റ്, മൊസ്കിറ്റോസ് ഒന്നും ഇല്ലാതെ ലൈറ്റ് സൗണ്ട് ഒക്കെ പ്രൂഫ് ആക്കുക, അങ്ങനത്തെ രീതിയിലുള്ള ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും അത് പിന്നീട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മെജോറിറ്റി ആൾക്കാർക്കും ഒരു 20-30s ഉള്ള ആൾക്കാർ ഉറങ്ങിയില്ലെങ്കിലും പിറ്റേ ദിവസം അവർക്ക് ക്ഷീണം വരണമെന്നില്ല. അതെ, ചില ആൾക്കാർക്ക് പറയും എനിക്ക് 3 hours ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് 4-5 hours. അതൊരു റോങ് കൺസെപ്റ്റ് ആണ്. അത് ശരിക്കും പറയാൻ നമ്മൾ ഉറങ്ങാൻ വേണ്ടി തന്നെ ചെയ്യണം. കാരണം ക്ഷീണം ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് ആക്ച്വലി റോങ് കൺസെപ്റ്റ് ആണ്. പക്ഷെ അത് പിന്നീട് അതിന്റെ ദോഷങ്ങളൊക്കെ വരും. അവരൊക്കെ പെട്ടെന്ന് ഹൈപ്പർ ടെൻസി ആവും, പെട്ടെന്ന് ഡയബറ്റിക് ആവും, അവർക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ്. പല ആൾക്കാരും ശ്രദ്ധിക്കാം, നാളെ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 12 മണി വരെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യും, കുറച്ചു നേരം ഉറങ്ങും, പിറ്റേ ദിവസം 4 മണിക്ക് എഴുന്നേറ്റിട്ട് എക്സസൈസ്, യോഗ, എന്നിട്ട് എല്ലാവരും പറയും ഞാൻ ഫിറ്റ് എന്ന് പറയും. പക്ഷെ സഡൻ കാർഡിയക് ഡെത്ത് ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സഡൻ കാർഡിയക് എത്ര ഫുൾ ടൈം ഫിറ്റ്നസ് ഫ്രീക്ക് ആയിരുന്നു, മാരത്തൺ ഓടുന്നു, പക്ഷെ ഇപ്പോൾ മാരത്തൺ ഓടുന്ന റെഗുലർ ഓടുന്ന ആൾക്കാരൊന്നും ഉറങ്ങുന്നില്ല. 2-3 മണിക്കൂർ ഉറങ്ങത്തുള്ളൂ. അവർ 3 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങും. പക്ഷെ അവർ ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കര ഫിറ്റാ, ഫുഡ് ഭയങ്കര കറണ്ട് റോള്, അവർ
അവർ അവരുടെ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ഭയങ്കര കൺട്രോൾ. പക്ഷെ അവർ ആപ്പടെ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു സംഭവമാണ് അവരുടെ സ്ലീപ്പ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് റിജുവനേഷൻ കൊടുത്തില്ലെങ്കിൽ ബോഡി ബോണായിട്ടോ ഇപ്പം പെട്ടെന്ന് ഒരു ഷട്ട് ഡൗണിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഓട്ടോക്കാർക്ക് അല്ലെങ്കിൽ പലർക്കും ഇങ്ങനെ നിൽക്കുന്ന നിപ്പിലൊക്കെ കൊളാപ്സ് ചെയ്ത് കടയിടത്തൊക്കെ വരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉറക്കമില്ലാത്ത രാത്രി ഇതുപോലെ ഉറങ്ങാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ ഉണ്ടല്ലോ ചിലർക്ക്, അങ്ങനെ ഉറക്കമില്ലാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണോ ഒരു സ്ലീപ്പിംഗ് പില്ല് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നതായിരിക്കുമോ അവിടെ ഏറ്റവും കൂടുതൽ? ചില ദിവസങ്ങളൊക്കെ ചിലപ്പം ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ഹൈപ്പർ ഭയങ്കര ഒരു ആങ്ഷ്യസ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു സമയത്ത് ഒരു ഇടയ്ക്കൊന്ന് ഷോർട്ട് പിൽസ് എടുക്കുന്നതിൽ 2-3 ദിവസം എടുക്കുന്നതിൽ വലിയ തെറ്റില്ല. കാരണം അത് ഉറങ്ങാതിരിക്കുന്നതിലും ഒക്കെ ബെറ്റർ ആണ്. പക്ഷെ നമുക്കിത് പിന്നീട് അതൊരു ശീലമാക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൂടുതലും ഈ ആങ്ഷ്യോലൈറ്റിക് ഡ്രഗ്സ് കഴിക്കാതെ ഈ മെലറ്റോണിൻ പോലത്തെ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കുറച്ചുകൂടി നല്ലത്. മൈൽഡ് ആയിട്ടുള്ള മെലറ്റോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഇൻഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലറ്റോണിൻ ഹോർമോൺ. എൻ്റെ സപ്ലിമെന്റ്സ് കിട്ടും. അത് അത്ര അഡിക്റ്റീവ് അല്ല. അത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം സപ്ലിമെന്റ്സ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ ഒരു 4-5 ദിവസം ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അതിലേക്ക് ട്യൂൺഡപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പില്ലിന്റെ ഹെൽപ്പ് ഇല്ലാതെയും ആ പേഴ്സണ് ഓട്ടോമാറ്റിക് ആ സമയമാകുമ്പോഴത്തേക്ക് ഉറക്കം കിട്ടുമോ ഇങ്ങനെയുള്ള ആൾക്കാർ? ഇല്ല, ഒരുപാട് ലോങ് ഡ്യൂറേഷൻ പില്ലിന്റെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോഡിക്ക് അത് ഇല്ലാതെ പാടാണ്. പക്ഷേ ഒരു സ്ട്രെസ് ബേസിക്കലി ഇതെല്ലാം സ്ട്രെസ് റിലേറ്റഡ് ആണ്. സ്ട്രെസ് അല്ലെങ്കിൽ ഇൻബോൺ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടാണ്. ആ ഒരു പീരീഡ് ടൈഡ് ഓവർ ചെയ്ത് പിന്നെ ചിലപ്പോൾ സ്ലീപ്പ് റെഗുലർ ആവാൻ സാധിക്കും. പക്ഷെ നമുക്ക് സ്ലീപ്പിന് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ സ്ലീപ്പ് എന്ത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് നമ്മൾ തന്നെ സ്വയം പഠിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമുക്ക് പലതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മെഡിറ്റേഷൻ, മ്യൂസിക്, ആ രീതിയിലുള്ള പല രീതിയിലുള്ള സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്, വായന, പല രീതിയിൽ നമുക്ക് പലതും ട്രൈ ചെയ്യാം. ചിലപ്പം ചില ആൾക്കാർ പറയാലോ ഒരു ബുക്ക് വായിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ ഉറങ്ങി വീഴും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലീപ്പ് ഇൻഡക്ഷൻ ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. അത് ഡ്രഗ്സിൻ്റെ ആയിട്ട് എപ്പോഴും സേഫ് ആണ്. അത് നമ്മൾ എപ്പോഴും അങ്ങനത്തെ ഒരു ടെക്നിക്ക് നമ്മൾ പഠിക്കും. ചിലർക്ക് ജസ്റ്റ് എന്തെങ്കിലും മ്യൂസിക് കേട്ടോണ്ടിരുന്നാൽ മതി, ചെവിയിൽ ഇങ്ങനെ കേട്ട് മ്യൂസിക്, ആ ഓട്ടോമാറ്റിക്കലി അതങ്ങ് ചെയ്യും. ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു മെഡിറ്റേഷൻ, ആൽഫ മെഡിറ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അത് ചെയ്യാം. അങ്ങനെ റിച്വൽസ് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ തന്നെ കണ്ടെത്തണം, നമ്മൾ സ്വയം കണ്ടെത്തണം. ഇപ്പം അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഞാൻ ചെയ്താൽ എനിക്ക് വരണമെന്നില്ല. നമ്മുടെ ഓരോരുത്തർക്ക് ബോഡിക്ക് അങ്ങ് ഓരോ രീതിയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണാവോ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരാളുടെ ടാലന്റ് ആയിരിക്കത്തില്ല നമ്മളെ ടാലന്റ്, അല്ലെങ്കിൽ ഒരാളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പം നമ്മുടെ ബ്രെയിൻ എന്താണാവോ ഏറ്റവും നല്ലതായിട്ട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ മ്യൂസിക് സ്വീകരിക്കുന്നത്. ചിലർക്ക് മ്യൂസിക് സെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് പാട്ട് ഭയങ്കര നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ നമുക്ക് കാണാം, പുറം രാജ്യങ്ങളിൽ നിന്നും കുറേ പേര് നമ്മുടെ മെഡിക്കലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യയിൽ നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും, ഇവിടെ വന്നാൽ നല്ലൊരു ഹെൽത്തിന് നമുക്ക് ബെറ്റർ ആണ്, നമുക്ക് കുറച്ച് എല്ലാവരും ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് മെഡിക്കൽ. അതെ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഇവിടുത്തെ നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് അങ്ങനെ ഇന്റർനാഷണൽ ക്ലയൻസിനെ വെൽക്കം ചെയ്യാൻ തന്നെ അവർക്ക് വേറൊരു റിസപ്ഷൻ ഉണ്ട്. അവർക്ക് അങ്ങനെ ഇന്റർനാഷണൽ ക്ലയൻസ് ഒരുപാട് വരുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലത്തെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും ഒരു ഹൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണല്ലോ അതിനർത്ഥം. അങ്ങനെ എല്ലാ രീതിയിലും ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ഈ ഒരു മെഡിക്കൽ സിസ്റ്റം എത്തി. അത് എന്നാൽ കുറെ ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ നല്ല മെഡിക്കൽ ഇതുണ്ടോ എന്നും പറയുന്ന ഒരു ക്രൗഡ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ചിലർക്ക് അറിവില്ല. നമ്മുടെ നാട്ടിൽ ചിലർ പറയും എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഓക്കെ, എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ അധികം വരുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് ബോംബെക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, നമ്മുടെ കേരളത്തിലെക്കാട്ടിലും കിട്ടുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോവാം. പൈസ ഉള്ളവർ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നു. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ തന്നെ കേരളം എത്രത്തോളം ഇതിൽ ഇന്റർനാഷണലി ഈ പറയണ പോലെ എത്രത്തോളം സെറ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ ഫീൽഡ്? നമ്മുടെ കേരളത്തില് വേൾഡിൽ എന്തൊക്കെ അവൈലബിൾ ആണോ അതെല്ലാം ഇപ്പം കേരളത്തിലുണ്ട്, അവൈലബിൾ ആണ്. അത് പെട്ടെന്ന് വരും. ആ ഒരു ലെവലിലേക്ക് കേരളം മെഡിക്കൽ ഇത് വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഫോറിൻ കമ്പനീസ് പലതും ഒരുപാട് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ ഫ്യൂച്ചർ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഡെഫിനറ്റ്ലി ഇന്ത്യ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരള ശരിക്കും പറഞ്ഞ ഒരു വേൾഡ് മെഡിക്കൽ ഹബ്ബാണുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ പെട്ടെന്ന് എന്ത് വേൾഡിൽ ആദ്യം വരുന്നു അത് ഉടനെ ഇവിടെ വരും. പക്ഷെ അതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മജോറിറ്റി ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പല കാരണങ്ങളുണ്ട്. ബേസിക്കലി അവർക്ക് ഇൻഷുറൻസ് കാണത്തില്ല, ഗവൺമെന്റിന്റെ അതിന്റെ സ്കീംസ് കാണത്തില്ല, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ചലഞ്ച്. അല്ലാതെ അവൈലബിലിറ്റിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ
സാധാരണക്കാർക്ക് വളരെ മിഡിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സുള്ള ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല. അതാണ് നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള ഒരു 10 ഇയേഴ്സ് 15 ഇയേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പം ഇപ്പം ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇപ്പം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പം പൈസ നോക്കണ്ടല്ലോ. സോ ബെറ്റർ ട്രീറ്റ്മെന്റിന് ഞാൻ എൻ്റെ ആളെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. അങ്ങനത്തെ ഒരു സിസ്റ്റം അപ്പൊ ഇനി വേണം. അത് പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പൊ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പം ബേസിക്കലി കുറേയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് വന്നിട്ടുണ്ട്. കാരണം വേറെ ഒന്നിടത്തും കൊണ്ടുവന്നതിനായിട്ട് ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, പിന്നെ കേരളയിൽ ഇന്ത്യൻ ഡോക്ടേഴ്സും കേരള ഡോക്ടേഴ്സിനെ ഒക്കെ പറഞ്ഞാൽ ഒരുപാട് കടമകൾ കടന്നാലേ ഒരു ലെവൽ എത്താൻ പറ്റത്തുള്ളൂ. കാരണം അത്രമാത്രം ട്രെയിനിങ്ങും ഫെലോഷിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ ക്വാളിറ്റി ഓഫ് കെയർ എപ്പോഴും ആ ലെവലായിരിക്കും. കാരണം അത്ര ഹൈലി കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ആ ലെവലിൽ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് രീതി വരത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ലെവലുള്ള ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കെയർ എപ്പോഴും ഒരു വളരെ ഹൈ ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ കൺട്രീസ് പലപ്പോഴും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്, അത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ കേരളത്തിന് ഏറ്റവും മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ ലെവൽ ഓഫ് കെയറും ആക്സസും മാത്രമല്ല, ടൈംലി കെയർ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. എന്ത് പറഞ്ഞാൽ സർജറി ആണെങ്കിൽ പോലും പെട്ടെന്ന് പിറ്റേ ദിവസം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അന്ന് തന്നെ ചെയ്യാൻ പറ്റും. പലയിടത്തും പല കൺട്രീസിലും അങ്ങനെയല്ല. അപ്പോൾ സ്പീഡ് ഓഫ് ട്രീറ്റ്മെന്റ് കേരളത്തിൽ ആക്ച്വലി വളരെ വളരെ ഫാസ്റ്റ് ആണ്. അത് നമ്മുടെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. പിന്നെ ഹൈ ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് അവൈലബിൾ. പക്ഷെ അത് ആക്സസ് ചെയ്യുന്നതിന്റെ ഒരു പ്രോബ്ലം ആണ് സാധാരണക്കാർക്ക്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പറയും, കേരളത്തിൽ അത് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത് കൊച്ചിയിൽ തന്നെ ആണെന്നുണ്ടോ? അതിപ്പം നമ്മൾ അറിയുന്ന മീഡിയയിലേക്ക് നമുക്കറിയാം കാലിക്കറ്റും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാലും ഡോക്ടറിന്റെ ഒരു ഒപ്പീനിയനിൽ അല്ല, കൊച്ചും കൂടി ഒരു മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽസ് കൊച്ചിയിൽ കൂടുതലുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്തും ഉണ്ട്, കാലിക്കറ്റിലുണ്ട്. അതിനി ഓരോ ഡിസ്ട്രിക്റ്റിലും വരും. അതിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോന്ന് വരും. അത് ബേസിക്കലി അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അത് വരും. പക്ഷേ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടൂറിസ്റ്റുകൾ വരുന്നത് എപ്പോഴും കൊച്ചിയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ആണെങ്കിലും റോബോട്ടിക് സർജറി വന്നു, അതൊക്കെ ആണെങ്കിലും ഫസ്റ്റ് അപ്പൊ വന്നത് കൊച്ചിയിൽ തന്നെയാണ് അല്ലേ? എന്റെ അറിവിൽ ഓൾമോസ്റ്റ് എല്ലാം 8-10 ഹോസ്പിറ്റൽസിലുണ്ട് ഇപ്പൊ നിലവിൽ അത് ഇപ്പൊ എല്ലായിടത്തും ആയി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളവും നമ്മുടെ ഇവിടവും എല്ലാം എല്ലാ ഡോക്ടേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവരും ട്രെയിനിങ് എടുത്ത് അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം വേറൊന്ന് കാണുന്നത് സഡൻ ഡെത്ത് ആണ്. നമ്മുടെ ഇവിടെ ആൾക്കാരിലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലാണെങ്കിലും ഈ ടെൻഷൻ കൂടി ഇങ്ങനത്തെ കുറെ ജോലി ചെയ്യുക, അവരുടെ ബ്രെയിനിനെ, ഇപ്പൊ ഡോക്ടർ ഒരു ന്യൂറോ സർജൻ ആണല്ലോ, ബ്രെയിനിനെ വല്ലാണ്ട് അതങ്ങ് ഡാമേജ് ചെയ്തിട്ട് പെട്ടെന്ന് സഡൻ ഡെത്ത് ഓരോന്നും കേൾക്കുന്നു. അതിന്റെ കാരണങ്ങളും അതൊക്കെ എന്തുകൊണ്ടാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് കാരണം പറയാൻ പറ്റത്തില്ല. ബേസിക്കലി നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് പെട്ടെന്ന് നിന്ന് പോകുന്നതിന്റെ ഒരു രീതിയാണ് സഡൻ ഡെത്ത് വരുന്നത്. ഇതിന്റെ ബേസിക് ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ ടു മച്ച് സ്ട്രെസ് വിത്ത് സ്ലീപ്പ് ഡിപ്രിവേഷൻ. അതാണ് അതിന്റെ ഒരു മേജർ കാരണം. നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പം ജോലിയുടെ സ്ട്രെസ് മാത്രമല്ല, ചില ആൾക്കാർ ഫിറ്റ്നസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഒരു എക്സസൈസ് ചെയ്യും, മണിക്കൂറോളം എക്സസൈസ് ചെയ്യും, ഉറങ്ങത്തില്ല. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ 100% ഉറങ്ങിയിരിക്കണം. 8 മണിക്കൂർ ഉറക്കം ഗ്യാരണ്ടി ചെയ്യാതെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഉറക്കം കോംപ്രമൈസ് ചെയ്ത് പോയി എക്സസൈസ് ചെയ്യുന്നത്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഫുഡ്, പ്രോപ്പർ ഫുഡ്, നമ്മുടെ സ്ലീപ്പ്, ഇത് രണ്ടും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിന് ശേഷമേ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് വരത്തുള്ളൂ. പലരും അതിന് ഫുഡും സ്ലീപ്പ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. അത് തെറ്റായ കാര്യമാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അന്ന് എക്സസൈസ് ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ റൂള്. പക്ഷെ അത് പലരും അത് ഇങ്ങനത്തെ ഒരു പോയിന്റിൽ അവർ സ്ട്രെസ് ചെയ്യത്തില്ല. സെലിബ്രിറ്റീസിനെല്ലാം പറ്റുന്നതാണ്. അവരുടെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉറക്കമൊന്നുമില്ല, 4 മണി വരെ ഷൂട്ടിങ്, 5 മണിക്ക് എഴുന്നേറ്റ് പോയി ജിമ്മിൽ പോയി ചെയ്യുന്നത്. ശരിക്കും അതൊക്കെ ഒരു ലോങ് ടേമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പല ഹൈ എക്സിക്യൂട്ടീവ്സും സെലിബ്രിറ്റീസും എല്ലാം സഡൻ ഡെത്തിലേക്ക് പോകുന്നതിന്റെ ഒരു മേജർ കാരണം വെച്ചാൽ ബോഡിക്ക് പറ്റുന്നില്ല, കൂടുതൽ സ്ട്രെസ് വരുന്നുണ്ട്. സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും, അഡ്രിനൽ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടും. ഇതിങ്ങനെ ഹാർട്ടിന് ഭയങ്കര സ്ട്രെസ് കൊടുക്കും, ഈ വെസൽസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ചെയ്യിപ്പിക്കും, പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഡോക്ടർ, ഇനി നമ്മുടെ മൈൽ സ്റ്റോണിന് തന്നെ ഒരു ക്ലോസ് ഓഡിയൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് അവർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംശയങ്ങളുണ്ട്. ഞാൻ അത് ഓരോന്നായിട്ട് ചോദിക്കാം. ഡോക്ടർ അതിനൊന്ന് ആൻസർ തരണം. വായിക്കട്ടെ ചോദ്യം. എനിക്ക് സ്ഥിരമായി മൈഗ്രെയിൻ വരാറുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് എന്ന ഒരു ടാബ്ലറ്റ് കിട്ടിയതോടെ പിന്നെ ടാബ്ലറ്റ് കഴിച്ചാൽ അപ്പോൾ തന്നെ മൈഗ്രെയിൻ മാറും. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ഹെഡ്സെറ്റ് കഴിക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ സ്ഥിരം ഈ മരുന്ന് കഴിക്കുന്നത് ഒരു പ്രശ്നമാണോ? അത് തീർച്ചയായിട്ടും പ്രശ്നമാണ്. കാരണം മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ നമ്മൾ ബേസിക്കലി അതൊരു ഇൻഹെറിറ്റഡ് പോലെയാണ്. നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും വരാം. എസ്പെഷ്യലി മദേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ, ലേഡീസിനാണ് കൂടുതൽ മൈഗ്രെയിൻ വരുന്നത്. അപ്പം നമ്മുടെ മദേഴ്സിനുണ്ടെങ്കിൽ നമുക്കും വരാം.
മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു അസുഖമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഒരു ബോഡിയുടെ ഒരു റെസ്പോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്ട്രെസ്സിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ചിലർ സ്ട്രെസ് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് പാനിക് ആവുന്നു, ചിലർ ഇങ്ങനെ വേർക്കുന്നു, ചിലർ ഉറങ്ങത്തില്ല. ചില ആൾക്കാർക്ക് ഇതാണ് തലവേദന വരുന്നു, ഭയങ്കരമായിട്ട് കഠിനമായ തലവേദന. ഈ എൻ്റെ സ്ട്രെസ് ഹോർമോൺസ് കൂടി അതൊരു തരം വാസ്കുലർ ഹെഡേക്ക്. അപ്പോൾ നമ്മുടെ വെസൽസ് ഒക്കെ ഇങ്ങനെ തലയിലെ വെസൽസ് ഒക്കെ ഇങ്ങനെ പൾസേറ്റ് ചെയ്യുന്നതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. വിങ്ങിയുള്ള വേദന എന്നാണ് പറയുന്നത്. മിക്കവാറും അതൊരു സൈഡിൽ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഈ മൈഗ്രെയിൻ. മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി നോക്കിയിട്ടാണ് എന്ത് തരം മരുന്ന് കഴിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അതൊരു ട്രേറ്റ് നെയിമാണ്. അതിൻ്റെ കോമ്പിനേഷൻ വേറെയാണ്. അത് നല്ല മൈഗ്രെയിൻ ഉള്ളപ്പോൾ മാത്രമേ കഴിക്കാവൂ. പക്ഷേ ഡെയിലി മൈഗ്രെയിൻ വരുന്ന ഒരാൾ ഇത്ര മരുന്നുകളല്ല കഴിക്കേണ്ടത്. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെൻറ്റീവ് മെഡിക്കേഷൻസ് ഉണ്ട്. അതാണ് സേഫ് ആയിട്ട് കഴിക്കേണ്ടത്. അതൊരു 3 to 6 months, ഐഡിയലി 6 months കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. അപ്പോൾ അവർക്ക് പിന്നീട് അങ്ങോട്ട് മൈഗ്രെയിൻ വരുന്നില്ല. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അത് ബോഡിയുടെ നേച്ചർ അങ്ങനെയാണ്, അത് വരും. അത് ഇനിയും വരാം. പക്ഷെ നമ്മൾ 6 months കണ്ടിന്യൂസ് ആയിട്ട് സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക്, മിക്കവാറും മജോറിറ്റി ആൾക്കാർക്ക് പിന്നെ കുറേ വർഷങ്ങൾക്ക് വരത്തില്ല, ചാൻസ് ഇല്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അപ്പം തന്നെ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും വരാം. അവർക്ക് ഓരോ രീതിയാണ്. ചിലവർ മൈഗ്രെയിൻ ഒറ്റമൂലി ചികിത്സ ഇനി വരത്തില്ല എന്നൊക്കെ പറയും. അത് ആക്ച്വലി തെറ്റാണ്. നമ്മുടെ ബോഡി നേച്ചർ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അത് ബേസിക്കലി നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഹെഡ്സെറ്റ് പോലെ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ബോഡിക്ക് വല്ലത് അതിന്റെ സൈഡ് എഫക്ട്സ് വരാം. ഈ ടെൻഷനും ലാക്ക് ഓഫ് സ്ലീപ്പും തന്നെയായിരിക്കും നമ്മുടെ മൈഗ്രെയിനിലേക്ക്. അതെ, മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമാണ് പ്രോപ്പർ സ്ലീപ്പ്. 100% അവർക്ക് സ്ലീപ്പ് ഡിപ്രൈവേഷൻ പറ്റത്തില്ല. സ്ലീപ്പ് എന്ത് ഡിപ്രൈവ് ചെയ്തോ അന്നൊക്കെ മൈഗ്രെയിൻ വരും. പിന്നെ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ പറ്റത്തില്ല, ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനേ പറ്റുള്ളൂ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണല്ലോ. പക്ഷെ നമ്മൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയുള്ളൂ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നിക്സ് റെഗുലറായിട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഈ ചില തലവേദനയ്ക്ക് നമ്മൾ റെഗുലറായിട്ട് ഡ്രഗ് ഓവർ യൂസ്ഡ് മൈഗ്രെയിൻ എന്നും പറയുമല്ലോ, അങ്ങനെയുള്ളൊരു സംഭവമാണെങ്കിലോ അതോ ചില മരുന്നുകൾ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. കുറെ കഴിയുമ്പം അതിന്റെ ബോഡി അതിന് റെസിസ്റ്റന്റ് ആവും. അപ്പോഴേക്കും അത് കാരണം പിന്നെ മൈഗ്രെയിൻ വരാൻ തുടങ്ങും. അതാകുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതങ്ങനെയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊരു കോമൺ മാൻ മനസ്സിലാക്കേണ്ടത് അത് എങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും മൈഗ്രെയിൻ മാറുന്നില്ല എന്ന് കാണുമ്പോഴാണ് എങ്ങനെയാണ് അത് കുറച്ചാള് മരുന്ന് കഴിച്ചു, നല്ല റിലീഫ് കിട്ടി. അവരൊരു 5-6 മാസം കഴിച്ചു, റിലീഫ് കിട്ടി. അപ്പൊ പിന്നെ അവര് പതുക്കെ അതവരെ നിർത്തും. തലവേദന പിന്നെയും വരുന്നു, അവർ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കുറച്ച് കഴിയുമ്പോഴേക്ക് കഴിച്ചാലും ഏൽക്കുന്നില്ല. പിന്നെ കഴിക്കുമ്പം തലവേദന വരുന്നു. ആ രീതിയിലൊക്കെ വരാം. അതാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് മൈഗ്രെയിൻ വരുന്നത്. അങ്ങനെയൊക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ മരുന്ന് മാറ്റുക എന്നുള്ളതാണ്. ആ ബോഡിയുടെ ആ ഒരു റിതം നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ അലേർട്ട് ആയിട്ട് ഇരിക്കണം, അല്ലേ? മൈഗ്രെയിൻ ഒരിക്കലും പേടിക്കേണ്ട ഒരു അസുഖമല്ല. പക്ഷെ ആൾക്കാർക്ക് അതിന്റെ കഠിനം കാരണം ഭയങ്കര പല ചിന്തകളാണ്. ബ്രെയിൻ ട്യൂമർ ഉണ്ടോ, എന്തെങ്കിലും റപ്ചർ ചെയ്തോ, ചിലപ്പോൾ സ്ട്രോക്ക് ആണോ, അങ്ങനെ ഭയങ്കര പേടി വരും. അത്രയ്ക്കും ഇന്റൻസ് ആണ് അതിന്റെ പെയിൻ. അതെ ഡോക്ടർ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾക്ക് എന്തൊക്കെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കും? അതെ, ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനം ഇല്ല, പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം കോമൺ ആയിട്ട് അങ്ങനത്തെ ഒരു കേസിൽ ഏറ്റവും ഇപ്പോഴത്തെ ആവശ്യം ഉള്ള ഓർഗൻ എന്ന് വെച്ചാൽ എപ്പോഴും കിഡ്നിയും ലിവറുമാണ്. പിന്നെയുള്ള ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഹാർട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കണ്ണ് ഡെഫിനറ്റ്ലി, നമ്മുടെ കണ്ണ് കോർണിയ, നമുക്ക് കണ്ണല്ല കോർണിയ മാത്രം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ചില സ്പെഷ്യൽ കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഇൻറ്റസ്റ്റൈൻ ഡൊണേഷന് പറ്റുന്നുണ്ട്. അതുപോലെ റെയർ ആയിട്ട് കുടലിന് ചില ആൾക്കാർക്ക് കംപ്ലീറ്റ് ആമാശയം ഡാമേജ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇൻറ്റസ്റ്റൈൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ റെയർ ആയിട്ട് നടക്കാറുണ്ട്. പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് നടക്കാറുണ്ട്. പിന്നെ ഈയിടെ നമുക്ക് ഏഷ്യയിലെ ഫസ്റ്റ് ആം ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലോ കൊച്ചിയിൽ. അപ്പം അത് ഒരാളുടെ രണ്ട് കൈ നഷ്ടപ്പെട്ടു. അത് വേറെ ഒരു മരിച്ച് ബ്രെയിൻഡഡ് ആയ ഒരാളുടെ കൈ എടുത്ത് ഫിക്സ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. റെയർ ഇൻറ്റസ്റ്റൻസ് ബേസിക്കലി നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ കോർണി, ഇതാണ് യൂഷ്വലി നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്നത്. ബാക്കിയൊക്കെ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് നോക്കി എടുക്കാം. ഓക്കെ. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, നമ്മുടെ പബ്ലിക്കിൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും ചിലപ്പോൾ ചിലർ വെന്റിലേറ്ററിലേക്ക് പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തി എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പം ബ്രെയിൻ ഡെത്ത് വന്നു എന്ന് പറയും. എന്നാൽ പൊതുവെ എല്ലാവർക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു സംശയവും നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? യൂഷ്വലി നമ്മൾ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ സിവിയർ
അതിൻ്റെ മേജർ ആക്സിഡൻസ് കാരണം നല്ല സിവിയർ ഹെഡ് ഇഞ്ചറി വന്ന് ബ്രെയിൻ്റെ പ്രവർത്തനം സ്തംഭിച്ചു പോകുമ്പോഴാണ് ബ്രെയിൻ ഡെഡ് എന്ന് പറയുന്നത്. യൂഷ്വലി അത് അങ്ങനെയാണ്. അപ്പം ബ്രെയിൻ ഡെഡിൻ്റെ ഒരു മേജർ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഒന്ന് തലച്ചോറ് ഫങ്ഷനിങ് അല്ലെങ്കിലും ബാക്കി എല്ലാ ഓർഗൻസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു രീതിയിലാണ്. എല്ലാ ഡെത്തിന്റെ മുമ്പുള്ള അങ്ങനെ ഒരു സ്റ്റേജ് അല്ല ബ്രെയിൻ ഡെഡ്. ബ്രെയിൻ ഡെഡ് എന്ന് വെച്ചാൽ ബ്രെയിൻ തലച്ചോറ് മാത്രം പ്രവർത്തിക്കുന്നില്ല, പക്ഷേ ഓർഗൻസ് എല്ലാം ഫങ്ഷൻ. അതാണ് ബ്രെയിൻ ഡെഡിന്റെ കൺസെപ്റ്റ്. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്, കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ ക്ലിനിക്കൽ ടെസ്റ്റുകൾ കുറേ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ അല്ലാതെ വേറെ കുറേ ടെസ്റ്റുകൾ, ആപ്നിയ ടെസ്റ്റ് പോലത്തെ വേറെ കുറേ ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് അതും പലരും ഒരു ഗ്രൂപ്പ്, അത് പല 6 മണിക്കൂർ ഇടവിട്ട് ഒരു ഗ്രൂപ്പ് അത് സർട്ടിഫൈ ചെയ്തിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് വന്ന് സർട്ടിഫൈ ചെയ്ത് എന്നിട്ട് മാത്രമേ നമുക്കത് ബ്രെയിൻ ഡെഡ് സർട്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി അതൊരു പല കോമൺ മാൻ ഓഫ് ദി ഗ്രേ ഏരിയ ആണ്. പലരും പല രീതിയിലാണ് എടുക്കുന്നത്. പല സിനിമകളിലൊക്കെ കാണാം, തലക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് ബ്രെയിൻ ഡെഡ് ആക്കുന്നു. അങ്ങനെയൊന്നും ആർക്കും ബ്രെയിൻ ഡെഡ് ആകാൻ പറ്റത്തില്ല. അതൊക്കെ വെറും ഫാന്റസീസ് ആണ്. ബ്രെയിൻ ഡെഡ് അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒരു സംഭവം. ഒരാളെ അടിച്ച് കൊണ്ടുപോയി അവിടെ ചെന്ന് ബ്രെയിൻ ഡെഡ് ആക്കി കിഡ്നി, അങ്ങനെയൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയല്ലോ. അപ്പൊ ആ സിനിമ ശരിക്കും ഭയങ്കര മിസ്ലീഡിംഗ് ആണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്തും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ബ്രെയിൻ ഡെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറേ വലിയൊരു പ്രോസസ്സാണ് ബ്രെയിൻ്റെ ഡിക്ലറേഷൻ തന്നെ. അങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഓർഗൻ മാറ്റുക അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇത് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത് ബ്രെയിൻ ഡെഡ് സർട്ടിഫൈ ചെയ്യുന്ന തന്നെ ഒരു വലിയൊരു ടീമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ കേനോസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, അവരാണ് ഈ ഓർഗൻസ് എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്, ആർക്കെ കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അതൊന്നും ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിനോ കൺട്രോളുള്ള കാര്യമല്ല. അവരവനെ ഡിസൈഡ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇവിടെ ഒരു എറണാകുളത്ത് ഒരു ബ്രെയിൻ ഡെഡ് ആണെങ്കിൽ അത് കണ്ണൂരിൽ ഒരു ആൾക്കാരെയും കൊടുക്കുന്നത്, അല്ലെങ്കിൽ കിഡ്നി ഒരാൾക്ക് കൊടുക്കും, ലിവർ അങ്ങ് ട്രിവാൻഡ്രത്ത് പോകും, കോർണി അങ്ങോട്ട് വേറെ സ്ഥലത്ത് പോകും, അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ അതൊന്നും ഡോക്ടേഴ്സോ ഹോസ്പിറ്റലിന്റെ കൺട്രോളുള്ള കാര്യമല്ല. ഇപ്പൊ ബ്രെയിൻ ഡെഡ് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും എന്നല്ലേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബ്രെയിൻ ഡെഡ് വന്ന മനുഷ്യന് അവിടെ കൈ മൂവ് ചെയ്യാനോ അതൊന്നും പറ്റില്ലല്ലോ. ബ്രെയിനിൽ നിന്നല്ലേ അതിന്റെ ഫംഗ്ഷൻ വരേണ്ടത്. ബേസിക്കലി അത് ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചില സ്പൈനൽ റിഫ്ലക്സ് വരും, ചില റെസിഡ്യൂവൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ കിടക്കുമ്പോൾ ഈ ബ്രെയിൻ ഡെഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റിഫ്ലക്സ് പോലെ സ്പൈനൽ റിഫ്ലക്സ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ടിക്ക് വരും. അപ്പോൾ അത് ആൾക്കാർ പലപ്പോഴും തെറ്റിയിരിക്കാറുണ്ട് ജീവനുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഒരു സ്പൈനൽ റിഫ്ലക്സ് ആണ്. അത് ചില ഇതിലൊക്കെ കാണാം. ചിലപ്പോൾ നമുക്ക് ചില എക്സസൈസ് ആയിട്ട് നമ്മൾ ഈ റിവൈവ് ചെയ്യാൻ വേണ്ടി മരുന്ന് കൊടുക്കുമ്പോഴേക്കും ബ്രെയിൻ ഡിക്ലെയർ ചെയ്താലും അതിന്റെ എഫക്റ്റിൽ ചിലപ്പോൾ ഒരു ഫ്ലിക്കറിങ് വരാം. അതൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പൊ വൺസ് ഒരു ബ്രെയിൻ ഡെത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ എത്ര നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താലും അതിൽ പിന്നെ ഒരിക്കലും ഒരു റിക്കവറി ഉണ്ടാവില്ല. ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല എത്രയും പേര് ജോയിൻ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന സംഭവം. തലച്ചോറ് സ്തംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇറിവേഴ്സിബിൾ ആണ്. ബ്രെയിൻസിന് നെർവ്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചൊരിക്കലും വരത്തില്ല. ഇനി നമ്മുടെ ഈ സെലിബ്രിറ്റീസിന്റെ ഇടയിൽ, അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ്, ഷൈൻ ടോം ഒക്കെ അവരൊക്കെ ഡിക്ലെയർ ചെയ്ത് തന്നെയാണ് അവർക്ക് ADHD ആണെന്നുള്ളത്. എന്താണ് ഡോക്ടർ, അത് ഈ സെലിബ്രിറ്റീസിന് മാത്രമേ അത് വരുള്ളൂന്നുണ്ടോ? എന്താണ് ADHD എന്ന് പറഞ്ഞാൽ അത് വളരെ കോമൺ ആയിട്ട് ഒരു സംഭവമാണ്. അത് ചെറുപ്പം മുതലേ നമ്മുടെ അമ്മമാരെപ്പോഴും പറയും, എന്റെ മോന് ഭയങ്കര പിരിയിരിപ്പാണ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, പഠിക്കുന്ന ഇടയിൽ ശ്രദ്ധിക്കത്തില്ല. അതാണ് ബേസിക്കലി ADHD എന്ന്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിസോർഡർ ഒന്നുമല്ല, അതൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ. അതൊരു പല ഗ്രേഡ് ഉണ്ട്. കുട്ടികളിൽ അധികം വരില്ലേ? ആൺകുട്ടികളിൽ അത് കൂടുതലായിട്ട് വരുള്ളൂന്നുണ്ടോ? അല്ല, രണ്ടുപേർക്കും വരാം. ആൺകുട്ടികളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു മൈൽഡ് മോഡറേറ്റ് ലെവലിൽ പോവാം. ഒരു 30-40% കുട്ടികൾ അങ്ങനെ കുട്ടികളാണ്, മനസ്സിലായില്ലേ? അതായത് മൈൽഡ് ലെവലിലും മോഡറേറ്റ് ലെവലൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ അവരെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്താൽ മതി, അവരങ്ങ് കൺട്രോൾ ആയിക്കോളും. ഒരിക്കലും നമ്മളൊരു ഡിസോർഡർ ആണ്, ഒരു പ്രശ്നമായിട്ട് നമ്മളത് കാണേണ്ട കാര്യമില്ല. അത് ഫാദർ ഡിക്ലെയർ ചെയ്യുമ്പോൾ പലർക്കും അതൊരു ഡിസോർഡർ, എന്തോ ഒരു പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. ആക്ച്വലി അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ബേസിക്കലി അവരൊന്ന് ട്രെയിൻ ചെയ്യുക, കറക്റ്റ് ആ ഒരു മൈൻഡ് കൺട്രോളും അവർ ബേസിക്കലി സിറ്റുവേഷൻ അനുസരിച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. വളരെ സിവിയർ കേസസിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ചില മെഡിസിൻസ് കൊടുക്കുന്നത്, ആ ഒരു ആക്ടിവിറ്റി കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അത് ആ ഒരു ലെവലിൽ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ കൗൺസിലിങ്ങും ട്രെയിനിങ്ങും വർക്ക്ഔട്ട് ആവുന്നെങ്കിൽ മാത്രമേ നമ്മളത് കൊടുക്കത്തുള്ളൂ. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അവരെ ഇങ്ങനെ ടൂ മച്ചാ, നമുക്ക് പാരന്റ്സിന് ചിലപ്പോൾ കൺട്രോൾ അല്ല, അങ്ങനെയുള്ള കുട്ടികളെ അപ്പൊ തന്നെ ഇതേപോലെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റിലൂടെ മാറ്റി ഒക്കെ 1-2 പേരുടെ അറിയാം. പ്രോപ്പർ ട്രീറ്റ്മെന്റ് മാറ്റാം. പിന്നെ അവരുടെ അങ്ങനത്തെ ജോബ്സ് സെലക്ട് ചെയ്യാം. ഭയങ്കരമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമുള്ള ജോബ്സ് അവർക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. മൈക്കൽ ഫെൽപ്സ് എന്ന് പറഞ്ഞ വേൾഡ് റെക്കോർഡ് ഹോൾഡർ സ്വിമ്മർ ADHD ഉള്ളതാണ്.
അവിടെ മദർ അയാളെ ഇയാളുടെ ഈ പിരിയിരിപ്പ് കാരണം കൊണ്ടുപോയി വെള്ളത്തിലോട്ട് ഇട്ടു എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ. അവസാനം എന്താ അവന് നീന്തി 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 അവസാനം അവന് എത്ര 8-10 ഗോൾഡ് മെഡലും ഒളിമ്പിക്സ് മേടിച്ചു. വാങ്ങിക്കാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ആ, സ്വിമ്മേഴ്സിലെ ഗ്രേറ്റസ്റ്റ് സ്വിമ്മർ എന്ന് അറിയപ്പെടുന്നതാണ് മൈക്കിൾ ഫെൽപ്സ്. ഉം. അതുപോലെ പലരും ഉണ്ട്. ഓക്കെ. ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലത്തെ ജോബ് സെലക്ട് ചെയ്യാം. ഓക്കെ. ഭയങ്കര ആക്റ്റീവായിട്ട് സ്പോർട്സിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യും. ഓക്കെ. പെട്ടെന്ന് ചാടുന്നു, ഓടുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഓ, ഓക്കെ. അപ്പൊ അതൊന്നും ഒരു ഡിസോർഡർ ആയിട്ട് കാണണ്ട. കാണണ്ട. ഓക്കെ. അവരൊരു പേഴ്സണാലിറ്റിയാണ്.